നമ്മളെല്ലാവരും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ഒരു കഴുകൻ്റെ കഥ പറഞ്ഞുതരാം. ഒരു കഴുകൻ ആകാശത്തിലൂടെ അങ്ങനെ പറന്ന് നടക്കണായിരുന്നു. അപ്പോഴാ കഴുകൻ താഴോട്ട് നോക്കിയപ്പോൾ വെള്ളത്തിൽ കുറേ പരൽമീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ കണ്ടു. കഴുകനൊന്നും നോക്കിയില്ല, നേരെ പരൽമീനുകളെ ലക്ഷ്യമിട്ട് താഴോട്ട് പറന്നു. എന്നിട്ട് പരൽമീനുകളുടെ അടുത്ത് എത്താറായപ്പോൾ ഒരു വെള്ളച്ചാട്ടം കഴുകൻ്റെ നേരെ വന്നു വീണു. കഴുകൻ പീസായി ചിതറിപ്പോയി. എന്താണ് കാരണം? കഴുകൻ ആകാശത്തിലൂടെ ഉയരങ്ങളിലേക്ക് പറന്ന് നടക്കേണ്ട ആളാണ്. അങ്ങനത്തെ ആളാണ് ചെറിയ പരൽമീനുകളെ പിടിക്കാൻ അടിയിലായിട്ട് പോയത്. അയാളുടെ മീനിങ് മറന്നുപോയി. എന്നിട്ട് നിസ്സാരമായ കാര്യങ്ങളിൽ അയാൾ ഏർപ്പെട്ടുകൊണ്ട് അയാളുടെ ജീവിതത്തിനെ സ്തംഭിച്ച് നിർത്തി. എന്നിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല പല ഉയരങ്ങളിലേക്ക് ഉണ്ടായിട്ടും ചെറിയ ചെറിയ പരൽമീനുകളെ നോക്കാൻ പോയിട്ട് ജീവിതം അവിടെ തീർന്നുപോയി. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു തീപ്പൊരി അത് നമ്മൾ തന്നെ തിരിച്ചറിയണം. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിന് നമ്മൾ വേറെ ആരെയും കാത്തിരിക്കണ്ട. നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, അതിൽ നമുക്കൊരു ഫയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് വഴുകിയിട്ടാണെങ്കിലും നമ്മളങ്ങോട്ടേക്ക് എത്തിച്ചേരും, അത് ഉറപ്പാണ്. നമ്മളെല്ലാവരും നദി ഒഴുകുന്നത് കണ്ടിട്ടുണ്ടാവല്ലോ. നദി എങ്ങോട്ടാണ് ഒഴുകുന്നത്? ആ നദീനെ ഒരാൾ വിളിച്ചത് കൊണ്ടാണ് അതങ്ങനെ ഒഴുകി പോകുന്നത്. ആരാണ് വിളിച്ചത്? കടലാണ് വിളിച്ചത്. കടൽ വിളിച്ചത് കൊണ്ടാണ് ആ നദി അങ്ങനെ ഒഴുകി പോകുന്നത്. പോയറ്റിക്കായിട്ട് പറഞ്ഞാൽ എല്ലാ നദി ഒഴുകുന്നതും കടലിലേക്കാണ്. നമ്മളെല്ലാവരും ഗംഗാനദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഗംഗാനദിയുടെ പേര് എല്ലായിടത്തും ഗംഗ എന്നാണ്. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം ഗംഗാനദിക്ക് മറ്റൊരു പേരാണ്. അതെവിടെയാണെന്ന് അറിയോ ആർക്കെങ്കിലും? ബംഗാളിലാണ്. ഗംഗാനദിയുടെ ഒരു പ്രത്യേകതയാണ്, ഗംഗാനദി അങ്ങനെ പരന്നൊഴുകുന്ന ഒരു നദിയാണ്. പക്ഷേ ബംഗാളിലെത്തുമ്പോൾ പരന്നൊഴുകിക്കൊണ്ടിരുന്ന ഗംഗാനദി അതങ്ങനെ ചേർന്നൊഴുകും. കാരണം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എത്താറായി. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ബംഗാൾ ഉൾക്കടലാണ്. അതിൻ്റെ ലക്ഷ്യം എത്താറായതുകൊണ്ടാണ് ഗംഗാനദി അത്രയും നേരം പരന്ന് ഒഴുകിക്കൊണ്ടിരുന്ന ഗംഗാനദി പെട്ടെന്ന് ചേർന്നൊഴുകാനുള്ള കാരണം. കുറച്ചുകൂടി കൺവേജായി നമ്മൾ ചിന്തിക്കുമ്പോഴാണ്, ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ കുറച്ചുകൂടി കൺവേജായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനാവുക. അല്ലെങ്കിൽ നമുക്ക് എത്താനാവൂല, ഉറപ്പാണ്. ഇനി അഥവാ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ താത്താനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോലും അത്ര ആൾക്കാരുണ്ടാവില്ല. വേണമെങ്കിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഒരാളൊരു തോട്ടിട്ട്, എന്താണ് തോട്ട്? ഐ വിഷ് ടു എ റോൾസ് റോയ്സ് കാർ. ഞാനൊരു റോൾസ് റോയ്സ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വേറൊരു ഇത് ഇട്ടേക്കണാണ്. എന്താണ് ഇട്ടത്? സാർ, ഇറ്റ് ഈസ് എ റോൾസ് റോയ്സ് കാർ എന്ന് പറഞ്ഞാൽ, അതായത് അയാൾ ഇട്ടേക്കണ റോൾസ് റോയ്സിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. സാർ, ആ റോൾസ് റോയ്സിൻ്റെ അവിടെ എസ് അല്ല, അവിടെ സി ആണെന്നാണ് അയാൾ പറയണത്. അത് കണ്ട മറ്റേ ആളില്ലേ, നമ്മുടെ റോൾസ് റോയ്സ് കാർ വാങ്ങാൻ പോണ ആള്, അയാൾ പറഞ്ഞ്, നീ ഇവിടെ സ്പെല്ലിങ് നോക്കിയിരുന്നോ, ഞാൻ പോയി കാറ് വാങ്ങിച്ചിട്ട് വരാമെന്നാണ് അയാൾ പറഞ്ഞത്. അയാളുടെ ജീവിതം അവിടെ സ്പെല്ലിങ് നോക്കി തീരും. പക്ഷേ നമ്മൾ അങ്ങനെ ആവരുത്, മറ്റുള്ളവരുടെ സ്പെല്ലിങ് നോക്കിയിരിക്കരുത്. നമുക്ക് സ്വന്തമായിട്ടൊരു ആഗ്രഹം വേണം. ആഗ്രഹത്തിന് നമ്മൾ വളർത്തിയെടുക്കണം. കുഞ്ഞണ്ണി മാഷ് പറഞ്ഞിട്ടില്ലേ, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അതുപോലെ തന്നെ ചിന്തിച്ചാൽ വളരും, ചിന്തിച്ചില്ലെങ്കിൽ മന്ദബുദ്ധിയാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ആഗ്രഹത്തെ നന്നായി വളർത്തിയെടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.